സമ്മാനതി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാസിന്റെ വില കൊടുത്താൽ 3-4 മാസത്തെ ഗ്യാസിന്റെ വില കൊടുത്താൽ 6000 കഴിയൂലേ? പറഞ്ഞോ. ഗ്യാസിന്റെ വില വർധനവ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് 11 കോടി പേർക്ക് ഞാനിത് പറഞ്ഞോട്ടെ, പറയട്ടെ, ഗ്യാസ് ഏജൻസി പോയാൽ മതി. 11 കോടി പേർക്ക് ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വൽ യോജന വഴി എല്ലാ കുടുംബങ്ങളിലും ഗ്യാസ് കണക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരെണ്ണമെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി. അത് സാധാരണക്കാർക്ക് 300 രൂപ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ 300 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ശ്രീ രാജൻ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അത് ഉജ്ജ്വൽ ഗ്യാസ് യോജനയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ചർച്ചയായതുകൊണ്ടാണ്. നമ്മൾ ഫ്രീ ആയിട്ടൊരു ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതിനുശേഷം എത്ര ഗ്യാസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും? ഗ്യാസ് കുറ്റി ഫ്രീ ആയിട്ട് കൊടുക്കും? സിലിണ്ടർ മനസ്സിലായില്ല? എത്ര സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കും? എന്തിനാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? എത്ര പറയും? പിന്നെ ഫ്രീ ഗ്യാസ് യോജന സബ്സിഡി ഉണ്ട്. എത്ര കൊടുക്കും? ശരി, ഇപ്പൊ എത്ര വില? അവർക്ക് 800 രൂപയാണ്. പാവപ്പെട്ട സബ്സിഡിയുള്ള ആൾക്ക് 800 രൂപയാണ് കൊടുക്കുന്നത്. 2014 എത്രയായിരുന്നു? 2014 എത്രയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, മോദി സർക്കാർ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്ന പല ആളുകളും എന്താണോ ഊഹ കച്ചവടമായിരുന്നു. ഇപ്പൊ ഓൺലൈനാണ് ബിസിനസ്. मोदी ഒരു പ്രസംഗം നടത്തി. ഹിന്ദിയിൽ അദ്ദേഹം പ്രസംഗിച്ചെന്നറിയോ? अब मतदान क्षेत्र जाने से पहले अपना रजोई में जाना, गैस सिलेंडर को नमस्कार करना, उसके बाद जाकर वोट करना. അതായത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ പോയി ഗ്യാസ് സിലിണ്ടറിനെ ഒന്ന് നമസ്കരിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. 10 കൊല്ലം കഴിയുമ്പോൾ മോദിക്ക് ആ അഭിപ്രായമുണ്ടോ എന്നുള്ളതാണ് ചേച്ചിയോട് ഞങ്ങൾ ചോദിക്കാൻ. 10 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങിയത് ഇപ്പൊ 970 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങുന്നു. 12,000 രൂപ കൊടുത്ത് ഇന്ത്യൻ ഗ്യാസ് കണക്ഷനിൽ പോയി ഗ്യാസ് എടുത്തോളാ ഞാന്. അന്ന് കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നേ. എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? 410 രൂപയ്ക്ക് 970 രൂപയായത് തിരിച്ചടിയാവോ? ഉജ്ജ്വൽ യോജന വഴി അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി ജയ്. വിലക്കയറ്റം ഉണ്ടല്ലോ. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. അവിടെയെല്ലാം വിലയിരുത്തി വിചാരണ ചെയ്ത് മോദിക്ക് ജനങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? രാജ്യത്ത് വന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഗ്യാസും പെട്രോളും ഉണ്ടാക്കി ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വിൽക്കുന്നത് ലോകത്തൊരു രാജ്യത്തുമില്ല. നിങ്ങൾ മനസ്സിലാക്കി? നിങ്ങൾ മണിപ്പൂർ പറഞ്ഞില്ലേ, 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിചാരണ ചെയ്ത് കാര്യം പറയാതെ പുതിയ കാര്യം വിലക്കയറ്റം വോട്ടർമാർക്ക് പ്രശ്നമല്ല. വിലക്കയറ്റം വോട്ടർമാർക്ക് പ്രശ്നമല്ല. ഒരു വിലക്കയറ്റവും ഇല്ല. ഡീസൽ പെട്രോൾ വില. നീ